ഹലോ ഫ്രണ്ട്സ്, മീ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. ബാബു ആന്റണിയും അജയ് വാസുദേവും ഉണ്ണിമുതനും ഇവരെ കൂടി നിന്നിട്ടുള്ള ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഉദയകൃഷ്ണൻ ഉണ്ടായില്ല. പിന്നെ പൈങ്കിളി എന്ന് പറഞ്ഞിടത്തിട്ട് ബേബി എന്ന് പറഞ്ഞിട്ടുള്ള പ്രൊമോ വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഡ്രാഗൺ എന്ന് പറഞ്ഞിടത്തിന് ബഡ്ജറ്റ് 37 കോടിയാന്നുള്ള അർഷദ് മരുമു തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ റൺ ടൈം ഒന്നും കട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആൾ പറയുന്നത്. 2 മണിക്കൂർ 37 മിനിറ്റ് ആയിട്ടുണ്ടായിരുന്നത്. എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ 2 മണിക്കൂർ 30 മിനിറ്റ് ആയിട്ടുണ്ട് എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ വേറെ എക്സ്ട്രാ കട്ടിങ്സ് അങ്ങനത്തെ പരിപാടിയൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളതും പറഞ്ഞിട്ടുണ്ട്. പിന്നെ പടത്തിന്റെ ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ പാർട്ണർ ആയിട്ടുള്ളത് എന്ന് വെച്ചാൽ മലേഷ്യയിലത്തെയും സിംഗപ്പൂരിലും ഓസ്ട്രേലിയത്തെയും ശ്രീലങ്കത്തെയും. ഇവിടുത്തെ യുണൈറ്റഡ് ഇന്ത്യ എക്സ്പോർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ കർണാടകത്തെ ഡിസ്ട്രിബ്യൂഷൻ എടുത്തിരിക്കുന്നത് OEM ഇന്റർനാഷണൽ എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. പിന്നെ വീരധീര സൂര്യൻ പാർട്ട് 2 എന്ന് പറഞ്ഞ അവിടെ ഇറങ്ങാൻ പോകുന്നുള്ളൂ. അത് മാർച്ച് 27 എന്നുള്ള ഓൾറെഡി കൺഫേം ചെയ്താണ്. അപ്പോൾ ചിയാൻ വിക്രമിന്റെ സുരാജിന്റെ കൂടിയിട്ടുള്ള ഒരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട്. ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ലൈല എന്ന് പറഞ്ഞിടത്തിന്റെ 2 days പോസ്റ്റ് വന്നിട്ടുണ്ട്. പിന്നെ റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിടത്തിന്റെ വേറെ യു ഗോ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഫെബ്രുവരി 14 പുറത്തിറങ്ങുന്നത് അറിയിച്ചിട്ടുണ്ട്. റോബിൻ ഹുഡ് എന്ന് പറഞ്ഞിടത്തിൽ സെക്കൻഡ് സിംഗിൾ ആണത്. പിന്നെ ഡോൺ പിക്ചേഴ്സിന്റെ 4ാമത്തെ പ്രൊഡക്ഷന്റെ ഒരു അപ്ഡേറ്റ് എന്ന് വരും പറഞ്ഞിരുന്നു. അത് വന്നിട്ടുണ്ട്. വേറെ ഒന്നുമില്ല. ടൈറ്റിൽ അനൗൺസ്മെന്റ് വീഡിയോ നാളെ എന്നുവെച്ചാൽ ഫെബ്രുവരി 13 ഉണ്ടാവും എന്നുള്ള അറിയിച്ചുകൊണ്ടാണ്. പിന്നെ ലവ് മാരേജ് എന്ന് പറഞ്ഞിട്ടുള്ള വിക്രം പ്രഭു അഭിനയിക്കുന്ന പടം എന്നുവെച്ചാൽ വിക്രം പ്രഭുവിന്റെ അടുത്ത പടത്തിന്റെ ഫസ്റ്റ് ലുക്ക് വരും എന്ന് പറഞ്ഞിരുന്നു. അതാണ് ഈ പടം. എന്തായാലും അതിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ വന്നിട്ട് ഞാൻ സ്ക്രീനിൽ എടുക്കാം. പടം സമ്മറിലാണ് റിലീസ് ആകാൻ പോകുന്നത് എന്നുവെച്ചാൽ ഏപ്രിൽ ആ സമയത്തൊക്കെ ആയിട്ട്. പിന്നെ ബ്രൊമാൻസ് എന്ന് പറഞ്ഞിടത്തിൽ പീരാന്ത് പറഞ്ഞിട്ടുള്ള പാട്ട് പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ദിൽറൂബ എന്ന് പറഞ്ഞിടത്തിന്റെ റിലീസ് ഡേറ്റ് മാറ്റിച്ചിരിക്കുകയാണ്. പുതിയ റിലീസ് ഡേറ്റ് പടത്തിനെ അറിയിക്കും എന്നുള്ള രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ E5 എന്റർടൈൻമെന്റിന്റെ പ്രൊഡക്ഷൻ നമ്പർ 7 പോസ്റ്റർ ഇറക്കാൻ പോവാണ് ഫെബ്രുവരി 14 6 മണിക്ക്. അത് ഇറക്കുന്നത് പാരഞ്ജിത്തും അതുമാതിരി ആരെയും കൂടിയിട്ടാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ ടോക്കോ ലവ് സ്റ്റോറി എന്ന് പറഞ്ഞിടത്തിന് ബുക്കിംഗ് ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ അവിടുത്തെ സ്നീക്ക് വീക്കും പുറത്തിറക്കിയിട്ടുണ്ട്. പിന്നെ ഹൗസ് മേറ്റ്സ് എന്ന് പറഞ്ഞിടത്തിന്റെ ഒരു പോസ്റ്റർ പുതിയ പുറത്തിറങ്ങി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന്റെ കുറച്ച് സ്റ്റിൽസ് ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കാണിക്കാം. പിന്നെ ബാപ്പു എന്ന് പറഞ്ഞിടത്തിന്റെ ഒഫീഷ്യൽ ട്രെയിലർ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ ഫോർമുല 1 ഡ്രൈവ് ടു സർവൈവ് എന്ന് പറഞ്ഞിട്ടുള്ള സീസൺ 7 പുറത്തിറങ്ങാൻ പോകാൻ നെറ്റ്ഫ്ലിക്സിലൂടെ മാർച്ച് 7. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ വന്നു. പിന്നെ സുമതി വളവ് എന്ന് പറഞ്ഞിട്ടുള്ള മെയ് 8 റിലീസ് ആകാനുള്ള ഒഫീഷ്യലി കൺഫേം ചെയ്തുകൊണ്ട് പോസ്റ്റർ ഇറക്കിയിട്ടുണ്ട്. പിന്നെ ബ്യൂട്ടി എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് ലുക്ക് നാളെ 1:43 പുറത്തിറങ്ങുന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിറം മാറും മുലുകിൽ എന്ന് പറഞ്ഞിടത്തിന്റെ ഫസ്റ്റ് സിംഗിൾ ഫെബ്രുവരി 14 വരും എന്ന് പറഞ്ഞിരുന്നു. അതിന്റെ പേര് അറിയിച്ചിട്ടുണ്ട്. രംഗമ്മ എന്നാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും അതിന്റെ പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ കോർട്ട് സ്റ്റേറ്റ് VSA നോബഡി എന്ന് പറഞ്ഞിട്ടുള്ള ഞാൻ പ്രസന്റ് ചെയ്യുന്നതാണ്. അവിടത്തിന്റെ പ്രേമലം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പാട്ട് പുറത്തിറങ്ങാൻ പോവാണ് ഫെബ്രുവരി 14. അപ്പോൾ അതിന്റെ സോങ് ലോഞ്ച് ഇവന്റ് ഒക്കെ നടക്കുന്നുണ്ട് വർദ്ധമൻ കോളേജിൽ വെച്ചിട്ട് ഹൈദരാബാദിൽ 3 മണി മുതൽ. പിന്നെ ലൈല എന്ന് പറഞ്ഞിടത്തിൽ തട്ടക് മട്ടക് എന്ന് പറഞ്ഞിട്ടുള്ള ലിറിക്കൽ വീഡിയോ പുറത്തിറങ്ങിയിരുന്നു. പിന്നെ മാമൻ എന്ന് പറഞ്ഞിട്ടുള്ള സൂര്യ അഭിനയിക്കുന്ന നടത്തിലത്തെ തമിഴ്നാട്ടിൽ തിയേറ്ററിക്കൽ റൈറ്റ്സ് എടുക്കുന്നത് ശ്രീകുമാരൻ ഫിലിംസ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണെന്നുള്ള അറിയിച്ചിട്ടുണ്ട്. പിന്നെ നിലവൊക്കെ എൻവെല്ലനാടി കോപം എന്ന് പറഞ്ഞിട്ടുള്ള ധനുഷ് ഡയറക്ട് ചെയ്യുന്ന 3ാമത്തോളം അവിടെ തന്നെയാണ് അതിന്റെ പോസ്റ്റ് വന്നു. പിന്നെ കിങ്സ്റ്റൺ എന്ന് പറഞ്ഞ ഇടത്തിലത്തെ സെക്കൻഡ് സിംഗിൾ സെലിബ്രേഷൻ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞിട്ടുള്ള പാട്ട് ഫെബ്രുവരി 15 പുറത്തിറങ്ങുന്ന അറിയിച്ചുകൊണ്ട് പോസ്റ്റർ ഇറക്കി. പിന്നെ ജെന്റിൽ വുമൺ എന്ന് പറഞ്ഞിടത്തിന്റെ ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഇനി വരും എന്ന് പറയുമ്പോൾ എന്തായാലും വന്നിട്ടുണ്ട്. മാർച്ച് 7 പടം റിലീസ് ആകാൻ പോകുന്നത്. പിന്നെ ദാവിദ് എന്ന് പറഞ്ഞിടത്തിന്റെ ബുക്കിംഗ് ഒക്കെ ഓപ്പൺ ആയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പോസ്റ്റർ ഒന്ന് സ്ക്രീനിൽ കാണിക്കാം. പിന്നെ ഇൻട്രസ്റ്റെല്ലർ എന്ന് പറഞ്ഞാലും കേരളത്തിൽ വീണ്ടും റിലീസിന് എത്തിയിരുന്നു IMAX-ലൊക്കെ ആയിട്ട്. എന്തായാലും കേരളത്തിൽ നിന്ന് ഇപ്പോൾ 6 ദിവസം കൊണ്ട് 2.50 കോടിയാണ് നേടിയിട്ടുള്ളതെന്ന് അറിയിച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല കളക്ഷൻ തന്നെയാണ് കിട്ടിയിട്ടുള്ളത്. പിന്നെ സ്പിരിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സന്ദീപ് റെഡ്ഡി വാങ്ങി പ്രഭാസം വന്നിരിക്കുന്നു പടം. അവിടത്തിന്റെ കാസ്റ്റിംഗ് കൂടെ വന്നിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ സ്ക്രീനിൽ കാണിക്കാം. താല്പര്യമുള്ളവർക്ക് നോക്കിയാക്കാവുന്നതാണ്. പിന്നെ STR49 എന്ന് പറഞ്ഞിട്ടുള്ള പടം സിലംബരസിന്റെ അടുത്ത വരാൻ പോണ പടമാണ്. ഡോൺ പിക്ചേഴ്സിന്റെ 3ാമത്തെ പ്രൊഡക്ഷനിൽ വരുന്ന പടം. എന്തായാലും രാംകുമാർ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ് കഥ എഴുതിയിട്ടുള്ള പടം എടുക്കുന്നത്. അവിടത്തിൽ സന്താനം ഒരു റോൾ ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിയിൽ കേൾക്കുന്നുണ്ട്. അതായത് പടത്തിൽ നായിക വരുന്നത് സായിപ്പല്ലി എന്നുള്ളതാണ് കേൾക്കുന്നത്. എന്തായാലും ഗംഭീരമായി വരുന്നതിന് പ്രതീക്ഷിക്കാം. പിന്നെ VD12 വിജയ് ദേവർകൊണ്ടയുടെ 12ാമത്തെ പടത്തിന്റെ ടൈറ്റിലും ടീച്ചറും വരും എന്ന് പറഞ്ഞിരുന്നു. എന്തായാലും ടീച്ചർ പുറത്തിറങ്ങിയിട്ടുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത ടീച്ചറായിട്ടാണ് തോന്നിയത്. പടത്തിന്റെ പേര് കൊടുത്തിട്ടുള്ള കിങ്ഡം എന്നാണ്. മെയ് 30 പടം റിലീസാൻ പോകുന്നത്. ഗൗതം തിന്നാനൂർ എന്ന് പറഞ്ഞിട്ടുള്ള ഡയറക്ടറാണ് പടം എടുത്തിട്ടുള്ളത്. അതാണ് ഈ പടത്തിലുള്ള എന്റെ പ്രതീക്ഷ. ജേഴ്സി എന്ന് പറഞ്ഞ പടം എടുത്ത ആളാണ് ഞാനിടെ. ഒരു ഗംഭീര പടം തന്നെയായിരുന്നു. പിന്നെ L2 എന്ന പടത്തിന്റെ ക്യാരക്ടർ നമ്പർ 29 പുറത്തിറക്കിയിരുന്നു. ഈ 29ാമത്തെ ക്യാരക്ടർ എന്ന് പറയുന്നത് ശിവാജി ഗുരുവായൂർ എന്ന് പറഞ്ഞിട്ടുള്ള ആളാണ്. മേടയിൽ രാജ എന്നാണ് പടത്തിലത്തെ ആളുടെ പേര്. അതിന്റെ മുന്നായിട്ട് 30ാമത്തെ ക്യാരക്ടറിനെ പുറത്തിറക്കിയത് മണിക്കുട്ടന്റെ മണി എന്നാണ് പടത്തിലത്തെ ആളുടെ പേര്. അപ്പോൾ 2 പോസ്റ്ററും വീഡിയോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നെ റെട്രോ എന്ന് പറഞ്ഞാൽ കാർത്തിക് സൂരാജും സൂര്യ ഒന്നിക്കുന്ന പടം. അവിടത്തെ ഫസ്റ്റ് സിംഗിൾ വരും എന്ന് പറഞ്ഞാൽ 13 എന്നുവെച്ചാൽ നാളെ അത് 5 മണിക്കാന്നുള്ള അറിയിച്ചിട്ടുണ്ട്. കണ്ണാടി പോകുന്നതാണ് പാട്ടിന്റെ പേര് കൊടുത്തിട്ടുള്ളത്. എന്തായാലും പ്രൊമോ പുറത്തിറങ്ങിയിട്ടുണ്ട്. അതിൽ സൂര്യയുടെ ലുക്ക് വേറെ ലുക്കാണ്. വെച്ചാൽ മുടിയൊക്കെ കുറച്ചുകൂടി നീട്ടി വളർത്തിയിട്ട് താടിയൊക്കെ വളർത്തിയിട്ടുള്ള രീതിയിലാണ്. ജയിലിലൊക്കെ ആയിട്ടുള്ള സമയത്തുള്ള പാട്ടാണ്. പിന്നെ കാർത്തിക് സൂരാജ് അടുത്തായിട്ട് എടുക്കാൻ പോകുന്നത് അജിത് കുമാറിനെ വെച്ചിട്ടാണെന്നുള്ള പറഞ്ഞു കേൾക്കുന്നത്. എന്ന് വെച്ചാൽ അജിത് കുമാറിന്റെ 64ാമത്തെ പടം കാർത്തിക് സൂരാജാണ് ഡയറക്ഷൻ ചെയ്യാന്നുള്ളതാണ് കേൾക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ അപ്ഡേറ്റ്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും. ബൈ.